നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് RRB ഗ്രൂപ്പ് D പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ സിലബസും എക്സാം പാറ്റേൺ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് സ്ത്രീകൾക്കുള്ള പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ്. നമുക്കറിയാം ഗ്രൂപ്പ് D കുറച്ച് ഫിസിക്കലി ഒക്കെ ചെയ്യേണ്ട ജോലി, ഇച്ചിരി വർക്ക് ലോഡ് കൂടിയ അതാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഏതൊക്കെ പോസ്റ്റ് ആയിരിക്കും നല്ലത്? താരതമ്യേന വർക്ക് ലോഡ് കുറവുള്ളതാണ് ഞാൻ പറയുന്നത്. ഗ്രൂപ്പ് D എന്ന് പറയുമ്പോൾ ഇച്ചിരി വർക്ക് ലോഡും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കൊടുത്തിട്ട് എല്ലാവരും കൊടുത്തോന്ന് എനിക്കറിയില്ല. കൊടുക്കാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അത് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അത് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പം RRB ഗ്രൂപ്പ് D ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ആ കോഴ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ ഇതിന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഈ പോസ്റ്റ് പ്രിഫറൻസ് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ സിലബസും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വന്ന ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ RRB ഗ്രൂപ്പ് D ആണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് ഓഫ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് 23 ആണെന്ന് പറഞ്ഞ് 23 നമുക്ക് ഫെബ്രുവരി 22 വരെ അപ്ലൈ ചെയ്യാം. അപ്പം പോസ്റ്റ് പ്രിഫറൻസും കാര്യങ്ങളും ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ എക്സാം എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. നമുക്ക് വന്നിട്ടുള്ളത് 14 പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 14 വേക്കൻസി, ഈ കാണുന്ന 14 വേക്കൻസികളിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുള്ളത്. വേക്കൻസി 32,438 ആണ് കേട്ടോ, മൊത്തത്തിലാണ് കേട്ടോ, എല്ലാ സോണിലും കൂടെയാണ്. പിന്നെ ഇതില് ഡിപ്പാർട്ട്മെന്റ് ഓരോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാഫിക്, അങ്ങനെ കൂടുതൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആണ് വരുന്നത്. ഇതിന്റെ ഓരോ കാറ്റഗറി, ഓരോ പോസ്റ്റിന്റെയും വേക്കൻസി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, നിങ്ങൾ സോൺ ഏതാണെന്ന് തീരുമാനിക്കുക. അപ്പൊ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ചിലർക്ക് എന്തായിരിക്കും, ജോബ് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ജോബ് ലൊക്കേഷൻ നമുക്ക് കേരളത്തിൽ വേണം, അല്ല എവിടെ ആയാലും ഒരു റെയിൽവേ ജോലി മതി എന്നുള്ളവർക്ക് നമുക്ക് വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. എവിടെ ആയാലും, ഇന്ത്യയിൽ എവിടെ ആയാലും ജോലി മതി എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും. എവിടെ ആയാലും ജോലി മതി എന്നുള്ളവർ എന്ത് ചെയ്യുക, വേക്കൻസി നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചിലത് ഉള്ളിലേക്കൊക്കെ ആയി പോവും. സോ അതൊന്നും പ്രശ്നമില്ലാത്തവർക്ക് വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യാം. അപ്പൊ ജോബ് ലൊക്കേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. കൂടാതെ നമ്മൾ നോക്കുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അത് ഈ ക്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. അതുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ. ഓരോ പോസ്റ്റിലേക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സിലബസും നിങ്ങൾക്ക് അതിൽ കിട്ടും. RRB ഗ്രൂപ്പ് Dയുടെ സിലബസ് മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ വേക്കൻസി ഇത്രയും വരുന്നുണ്ട്. ഓരോ സോണിലും പ്രത്യേകം വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഏത് സോണാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പം ചെന്നൈ സൗത്ത് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ ജോബ് ലൊക്കേഷനും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടാതെ നോക്കുന്നതാണ് വർക്ക് ലോഡ് കേട്ടോ. അപ്പോ സ്ത്രീകൾ കൂടുതൽ വർക്ക് ലോഡും ജോബ് ലൊക്കേഷനും ആയിരിക്കും നോക്കേണ്ടത്. അവർക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കേണ്ടതുണ്ട്. അത് അവരുടെ ഒരു കാഴ്ചയുടെ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ ഇത് കൂടാതെ നോക്കുന്നത് സാലറി നോക്കുന്നുണ്ട്, പ്രൊമോഷൻ അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ട്. സാലറി, പ്രൊമോഷൻ, അങ്ങനെ അത് രണ്ടും നോക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഡിസൈഡ് ചെയ്യുക. ഇതിപ്പോ ഞാൻ പറയുന്നത് കേരളത്തിൽ പെൺകുട്ടികൾക്ക് കേരളത്തിൽ ജോലി കിട്ടാൻ ഏതൊക്കെ പോസ്റ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി എവിടെയാണ്, ഏതൊരു ലൊക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ലാത്തവർക്ക് എല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായി നോക്കിയിരിക്കണം. വർക്ക് ലോഡ് കുറഞ്ഞതാണ്, താരതമ്യേന കുറഞ്ഞതെന്നേ ഞാൻ പറയുന്നുള്ളൂ. വർക്ക് ലോഡ് ഉള്ളതാണ് ഗ്രൂപ്പ് D എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ താരതമ്യേന കുറഞ്ഞ പോസ്റ്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് പോയിന്റ്സ്മാൻ D, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പോയിന്റ്സ്മാൻ D എന്ന് പറയും. അപ്പൊ അത് സ്ത്രീകൾക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ, കേരളത്തിലുള്ളവർക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ്മാൻ വെക്കാവുന്നതാണ്. പിന്നെ അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടെ നോക്കണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് A2, A3, B1, B2, C1, C2 എന്ന് നമുക്ക് കേരളത്തിനകത്ത് കിട്ടാനാണെങ്കിൽ ഒരു B1 വരെയൊക്കെ അതിന് മേളിലേക്കുള്ളത്, B1 മേലെ A2, A3, B1 വരെയൊക്കെ ഉള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ.
അപ്പൊ എല്ലാം അപ്ലൈ ചെയ്യുമ്പോഴും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രിഫറൻസ് നമുക്ക് പോയിന്റ്സ് മാൻ വെക്കാം. രണ്ടാമത്തത് അസിസ്റ്റന്റ് C&W മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേട്ടോ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിന്റെ വേക്കൻസിയും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പൊ അത് വെക്കാം. അതും നമുക്ക് കേരളത്തില് പറ്റുന്ന ഒരു ജോലിയാണ് കേട്ടോ. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് TL&AC ഇലക്ട്രിക്കലും വരുന്നുണ്ട്, പിന്നെ വർക്ക്ഷോപ്പും വരുന്നുണ്ട് കേട്ടോ. ഓക്കെയാണ്. അപ്പം അസിസ്റ്റന്റ് TL&AC ഇലക്ട്രിക്കലും വരുന്നുണ്ട്, അസിസ്റ്റന്റ് TL&AC വർക്ക്ഷോപ്പും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതെനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് പറ്റുന്നത് എന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ അസിസ്റ്റന്റ് TL&AC ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് നല്ലതായിരിക്കും. സോ അത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വർക്ക്ഷോപ്പ് കൂടെ വെക്കുക. വർക്ക്ഷോപ്പിൽ ചിലപ്പോൾ പണി കൂടുതലാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം, അടുത്ത് വരുന്നത് ലോക്കോഷെറ്റ് ഡീസൽ ഇലക്ട്രിക്കൽ, രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് മെക്കാനിക്കലും ഒന്ന് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കുമാണ് വരുന്നത്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണ്, പക്ഷെ അത് കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകേണ്ടി വരും. ഇവിടെ കേരളത്തിൽ നോക്കുന്നവര് ഇലക്ട്രിക്കല് പ്രിഫറൻസ് വെക്കാതിരിക്കും, ലാസ്റ്റ് എങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ മാർക്കിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിഫറൻസ് നോക്കി അവര് എവിടെയാണ് എന്നുള്ളത് തരുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ പ്രിഫറൻസ് നോക്കി നമുക്ക് എവിടെയാണ് നമ്മുടെ ഒരു പ്രിഫറൻസും കൂടെ നോക്കിയിട്ടാണ് തരുന്നത്. അപ്പൊ ലോക്കോഷെറ്റ് ഡീസൽ മെക്കാനിക്കലും ഒരു നല്ല ഓപ്ഷൻ ആണ് കേരളത്തില്. ഇത് പക്ഷേ കേരളത്തില് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് നിങ്ങളത് വെക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് വരുന്നത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, അത് നല്ലതാണ്. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ്. അത് എന്താണ്, അതിന്റെ ഒരു ജോലി കുറവാണ്, കുറച്ച് അവേഴ്സേ ഉള്ളൂ, ഒരു 5 to 6 hours എന്നാണ് പറയുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, പക്ഷെ അത് സമയം കുറവാണ് എന്നാണ് പറയുന്നത്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അപ്പൊ അതും നല്ലൊരു ഓപ്ഷൻ ആണ് സ്ത്രീകൾക്ക്. പിന്നെ വരുന്നത് ട്രാക്ക് മെയിൻറ്റെയിനർ ആണ് കേട്ടോ. ഇത് രണ്ടും നല്ലതാണ് കേട്ടോ. ഇതിന്റെ ഒരു താരതമ്യേന ഫിസിക്കൽ ഇതിനും ഇത് പോയിന്റ്സ്മാനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കലി കുറച്ച് പാടുള്ളതായിരിക്കും, പക്ഷെ ഇറ്റ്സ് ഓക്കെ. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ, അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾ വെക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ലോക്കോഷെറ്റ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷെ കേരളം പ്രശ്നമല്ലാത്തവർക്ക്, വേറെ ജോബ് ലൊക്കേഷൻ ഒക്കെ നോക്കുന്നവർക്ക് അത് ഓക്കെയാണ്. പിന്നെ ഇത് രണ്ടും, ഇത് ജോലി കുറവായിട്ടുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന് നോക്കേണ്ടത്, ഇത് ഇപ്പോ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരു വിഷയം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. പിന്നെ നോക്കേണ്ടത് നമ്മുടെ എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൃത്യമായി നോക്കണം കേട്ടോ. ഒരു A1 A2 B2 B1 ഒക്കെ നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാൻ ചാൻസ് ഉണ്ട്. A2 A3 B1 B2 ഒക്കെ നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഈ അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻറ്റെയിനർ എന്ന് പറയുന്നത് നമുക്ക് A3 ആണ് കേട്ടോ. ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 ആണ്. പോയിന്റ്സ്മാൻ വരുമ്പോ A2 വരും കേട്ടോ, പോയിന്റ്സ്മാൻ A2 വരും. അപ്പൊ അതിന്റെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് വയ്ക്കുക. ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നോക്കുക. ജോബ് ലൊക്കേഷൻ കേരള വേണം എന്നുള്ളവർക്കും താരതമ്യേന ജോലി ഭാരം കുറവ്, വർക്ക് ലോഡ് കുറവായി എടുക്കും. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് D ഒക്കെ എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ കോഴ്സ് ഒക്കെ റണ്ണിങ് ആണ്. നമുക്ക് പുതിയൊരു ബാച്ച് വരുന്നത് 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു നമ്പർ കൊടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. അപ്പൊ അതിലൊരു നിങ്ങൾക്ക് സ്ക്രീൻ കാർഡ്, അപ്പൊ ഇതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെയാണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ RRB ഗ്രൂപ്പ് D എന്നൊരു കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവിടെ എന്താണ് കോഴ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ കോഴ്സ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഴ്സ് ഏതാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അത് കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് ഇവിടെ പരീക്ഷ തിരഞ്ഞെടുക്കാന്നുണ്ട്. അപ്പൊ ആ പരീക്ഷ നിങ്ങൾക്ക് ഏത് പരീക്ഷയാണോ, എല്ലാ പരീക്ഷകളും ഇതിൽ അവൈലബിൾ ആണ്. 7th ലെവല് 10th ലെവല് അതുപോലെ +2 ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ RRB ഗ്രൂപ്പ് D ആണെങ്കിൽ SSC RRBയിലേക്ക് നോക്കുമ്പോഴത്തേനും RRB ഗ്രൂപ്പ് Dയുടെ കോഴ്സ് നിങ്ങൾ അതാണ് നോക്കുന്നതെങ്കിൽ അത് ചെയ്തിട്ട് അതെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾ RRB ഗ്രൂപ്പ് D ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇതില് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സാം എഴുതുന്നുണ്ടാകും. അപ്പൊ നമ്മുടെ 2 കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7th കേട്ടോ. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 7th. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ജോയിൻ ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. റെയിൽവേയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ നിങ്ങൾ മറക്കരുത്, 7ാം തീയതിയാണ് നമ്മുടെ പുതിയ RRB ഗ്രൂപ്പ് Dയുടെ ബാച്ച് തുടങ്ങുന്നത്. അപ്പൊ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക.
അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.